നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. നീ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. സാറിഡി. ഇത് ലിവിംഗ് റൂം. വാ. ഇത് കിച്ചൺ. ഒരു മാസത്തേക്കുള്ള ഗ്രോസറി എല്ലാം വാങ്ങിയിട്ടുണ്ട്. നിനക്ക് ആ പ്രശ്നമില്ല. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം മേളിലാണ്. അതെന്താ? വാ. നീ കാര്യം എന്താന്ന് പറ. ബെഡ്റൂം തന്നെ. വീടെങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നൊരു കാര്യം അറിയോ, ഇത് ഹൈലി എക്യുപ്ഡ് സ്മാർട്ട് ഹോമാ. സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ? സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഉള്ള സേഫ് ആയിട്ടുള്ള വീട്. അലാം സിസ്റ്റം, സെൻസർ, CCTV. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കൊണ്ട് ഈ വീട് കൺട്രോൾ ചെയ്യാം. അതുകൊള്ളാലോ. അത് മാത്രമല്ല, ഇത് നല്ല ഭാഗ്യമുള്ള വീടാ. ആണോ? അതെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയി. എന്താ? പോയെന്നോ? പേടിക്കണ്ട, ഓഫീസ് കാര്യമായിട്ട് ലണ്ടനിൽ പോയതാ. എനിക്ക് വിസ കിട്ടിയില്ല. ഇപ്പൊ വിസ കിട്ടി ലണ്ടനിലേക്ക് പോവാൻ പോവാ. അതുകൊണ്ടാ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെന്താ, ഇനിയിപ്പോ ഭർത്താവിന് കൂടെ അടിച്ചു പൊളിക്കാലോ. ഏയ്, ഒന്ന് വെറുതെ ഇരി. ശരി ശരി. ശരിടി, അപ്പൊ ഞാൻ പോവാ. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാനെന്തിനാ കട്ടുറുമ്പാവുന്നെ? എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്ക്. ഓക്കെ? ശരി. ഓൾ ദി ബെസ്റ്റ് നന്ദ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ ഡി. ബൈ. നന്ദ. നാവിക. വീട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏയ്, നീ വെറുതെ കള്ളം പറയല്ലേ. ഏയ്, ഞാൻ സത്യമായിട്ട് പറഞ്ഞത് നന്ദ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, കാഞ്ചീപുരത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഈ വീട് ഓക്കെയാണ്. പക്ഷെ നീ ജീവിച്ചത് ഇതിനേക്കാളൊക്കെ വലിയ ബംഗ്ലാവില. അത് വെച്ച് നോക്കുമ്പോ ഈ വീടൊന്നും ഒന്നുമല്ല. നന്ദ, വലിയ വീടുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യം. എപ്പോ എന്റെ അച്ഛൻ തന്നെ വെറുക്കാൻ തുടങ്ങിയോ അപ്പൊ മുതൽ ആ വീടിനെ ഞാനും വെറുത്തു തുടങ്ങി. ഇനി അവിടെയുള്ള ആരുമായിട്ടും ഫോണിൽ പോലും സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ മാത്രം ഒരു വിഷമമുണ്ട്. ആരോ വിളിക്കുന്നുണ്ട്. ചേച്ചിയാണല്ലോ വിളിക്കുന്നത്. എടുക്ക്. പറയേച്ചി. നന്ദ, നീ എവിടെയാ? രാത്രിയില് നീ എന്റെ വീട്ടിൽ വരാതിരുന്നേ? അല്ല ചേച്ചി, ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എടാ, ഓഫീസിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിനക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയാൻ പാടില്ലേ? അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആണോ? എന്നിട്ട് അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ ശരി, ജോലി തീർത്തിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് എത്തുമല്ലോ. രാത്രി ഞാൻ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരും ചേച്ചി. ശരിയടാ, സൂക്ഷിച്ചു വരണേ. ശരി ചേച്ചി. എന്താ ഒരു ദേഷ്യം? പിന്നല്ലാതെ, രാത്രി വീട്ടിൽ ചെല്ലുന്നല്ലേ നീ പറഞ്ഞത്? ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ? അപ്പോ ഇന്നത്തെ നൈറ്റ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കല്യാണം കഴിച്ച പെണ്ണിനെ ഇട്ടിട്ട് പോവാ? അത് ശരിയാണോ? ശരിയാണല്ലേ? നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞല്ലേ? ഓഫ് കോഴ്സ് മിസ്റ്റർ നന്ദ. കല്യാണം എന്ന് പറയുന്നത് വൺ വേയാ. ഇവിടെ എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. സോ ഇനി മുതല് എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇന്നൊരു രാത്രിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു പിടിച്ച് നിൽക്കാം. പക്ഷെ ഡെയിലി വീട്ടിലേക്ക് പോകാതിരിക്കാൻ എന്താ ഞാൻ വീട്ടിൽ പറയാ? സിമ്പിൾ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാ മതി. എന്താന്ന്? എന്തായാലും ഒരു ദിവസം അവരോട് പറയാനുള്ളതല്ലേ.
ആ സമയത്ത് തൽക്കാലം കല്യാണം കഴിക്കാം, വീട്ടിൽ പറയുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്നല്ല പറഞ്ഞേ. എന്നിട്ടിപ്പോ വാക്കൊക്കെ മാറ്റി പറയാ. അത് ശരിയല്ല അനാമിക. ശരി ശരി, നീ ഇങ്ങനെ പേടിക്കല്ലേ. ആര്? ഞാനാണ് ഇപ്പൊ പേടിക്കുന്നത്. പിന്നല്ലാതെ. ഇത് പേടിയല്ല, ഉത്തരവാദിത്തം. വീട്ടിൽ എനിക്കൊരു ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് മുൻപായിട്ട് എന്റെ കല്യാണം നടക്കാൻ പാടില്ല. പക്ഷെ അത് നടന്നു. അറ്റ്ലീസ്റ്റ് ചേച്ചിയുടെ കല്യാണം കഴിയുന്ന സമയം വരെ നമ്മുടെ കാര്യം വീട്ടിൽ ആരും അറിയാൻ പാടില്ല. അനാമിക, നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന്. എന്നെ വിശ്വസിച്ചാണ് മുഴുവൻ കുടുംബം ജീവിക്കുന്നത്. ഞാനാ ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ. അനിയന്റെയും അനിയത്തിയുടെയും വിദ്യാഭ്യാസം നോക്കണം, അമ്മയുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ നമ്മുടെ കാര്യം നീ വീട്ടിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ദയവേത് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് സംസാരിച്ച് എന്റെ മൂഡ് കളയല്ലേ പ്ലീസ്. മനസ്സിലായോ നന്ദ? ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഈ വീട്ടില് സന്തോഷമായിട്ട് ജീവിക്കേണ്ടതല്ലേ? ഓക്കെ അല്ലേ? അനാമിക, എനിക്കൊരു ഡൗട്ട്. എന്ത്? നിന്റെ ഫ്രണ്ടിന് എന്താ പ്രാന്താ? അതെ, ഇത്രയും വലിയ വീട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതല്ലേ, അപ്പൊ ഭ്രാന്ത് തന്നെയാ. അങ്ങനെയല്ല, ഈ വീട്ടിലേക്ക് വന്നതും രേവതിയുടെ ഹസ്ബൻഡ് അവള് വിട്ടിട്ട് ലണ്ടനിലേക്ക് പോയിന്ന് പറഞ്ഞു. ഇത് രാശിയുള്ള വീടാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കും തന്നിരിക്കുക. അവൾ ശരിക്കും നിന്റെ ഫ്രണ്ട് തന്നെയാണോ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞതല്ല ഞാൻ. അവർക്ക് സംഭവിച്ചതുപോലെ തന്നെ നമ്മളെയും തമ്മിൽ ഈ വീട് പിരിച്ചാലോ? അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നന്ദ. ഈ വീട് നമ്മുടെ കുടുംബമാണ്. ആര് വിചാരിച്ചാലും നമ്മൾ പിരിക്കാൻ പറ്റില്ല നന്ദ. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട്? നീ വാ. അനാമിക, എവിടേക്കാ? വാ. എന്താ അനാമിക ഇതൊക്കെ? കല്യാണത്തിന് എന്റെ വക ഗിഫ്റ്റ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. വാച്ച്? നിനക്കിത് എന്തു പറ്റി? എന്തിനാ വാച്ചൊക്കെ? സാധാരണ ഒരാൾക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക? അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. അവരുടെ കയ്യിൽ ഇല്ലാത്തതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷെ എന്റെ കയ്യിൽ വാച്ച് ഉണ്ടല്ലോ. വാച്ച് ഉണ്ട്, പക്ഷേ സ്മാർട്ട് അല്ലല്ലോ. അതുകൊണ്ടാണ് ഈ സ്മാർട്ട് വാച്ച്. ഇഷ്ടായോ? പിന്നല്ലാതെ. പക്ഷെ ഈ വാച്ചിനെക്കാളൊക്കെ നിന്നെ. ശരി, എന്റെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റോ? ഇതുവരെ നിന്റെ അച്ഛൻ എങ്ങനെയാ നോക്കിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി മുതൽ ഞാൻ നിന്നെ അതിനേക്കാളും 1% സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നോക്കും. അറ്റ്ലീസ്റ്റ് അതിനു വേണ്ടി ട്രൈ എങ്കിലും ചെയ്യും. ഇതെന്റെ വാക്കാ. എടി അനിത, എന്താടി? നിനക്കൊരു കാര്യം അറിയോ? പറയേ. അനാമിക 2 ദിവസമായിട്ട് വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണം ജോലി തിരക്കല്ല, സംഭവം വേറെയാ. നീ എന്തീ പറയുന്നേ? അതെ, അവളുടെ ലവ് മാറ്ററിലെ ദേവങ്ങളും അവളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അന്ന് വീട്ടില് രണ്ടുപേരും ഭയങ്കര വഴക്കായിരുന്നു, അമ്മ സംസാരിക്കുന്ന കേട്ടിട്ട്.
ഇനി അവള് തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഹാപ്പിയാ. അതെങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? അവൾ ആകെ നാറും. എന്റെ ലവ് അവള് നശിപ്പിച്ചില്ലേ, അതുപോലെ ഇപ്പൊ അവളുടെ ലവ് കാരണം അനാമിക ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകും. അനിത,